ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അതായത് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡിഫെൻഡ് ചെയ്യുക. അതായത് സ്റ്റിക്ക് കൊണ്ട് അടിക്കലും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒരു അടിയും, നാടിനടി, അതായത് സ്ലാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിഫെൻഡ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പല വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ നോക്കാം. ഇതുകൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. കോൺഫിഡൻസ്. ഓക്കെ, ഇത് അടിക്കുന്ന സമയത്ത് ഇത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് അടിക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, നമുക്ക് ഈ വടി വാങ്ങണം. ഇയാളെടുത്ത് നിന്ന് ഈ വടി വാങ്ങിയിട്ട് തിരിച്ചടിക്കണം. പക്ഷെ ആ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോക്ക് ചെയ്യണ മുമ്പ്, ഇത് വാങ്ങാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പ് അദ്ദേഹം അതുകൊണ്ട് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതുകൊണ്ട് അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. ഈ കൈൻ്റെ മുട്ട് ഉണ്ടല്ലോ, ഈ കൈൻ്റെ ഈ മുട്ട് കൊണ്ട് നമ്മൾ ഈ ഭാഗത്തിട്ട് കൊടുക്കണം. ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴി കൊഴും. നല്ല ലോഡായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും അടി വരും. ഓക്കെ, അടിക്കുന്ന സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിലിട്ട് കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഈ കൈ കൊണ്ട് നല്ല ലോഡിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രശ്നം വരില്ല. ഈ ഭാഗം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് വെക്കണ പകരം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. സെയിം ടൈമിൽ നടക്കണം. അടിക്കുന്ന സമയത്ത് ഇത് പാളി പോകരുത്, അത് ഇങ്ങോട്ട് മേൽക്കൊന്നും പോകരുത്, ഇങ്ങോട്ട് അടിക്കരുത്. കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് കൈ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തു അടിക്കുക. ഇത് അടിച്ചിനോട് കൂടെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വലിച്ചു നോക്കുക. വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതുകൊണ്ട് അടിക്കണ സമയത്ത് ഇങ്ങനെ വരണം. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഞാൻ നിങ്ങൾ കുറച്ച് താത്തിട്ടൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്, കാരണം ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാകുമ്പോൾ പ്രശ്നമല്ലോ. ശ്രദ്ധിക്കുക. മനസ്സിലായി. നമ്മൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, വലിച്ചു നോക്കുക. കുറച്ച് ആണ്ടുകൊണ്ടൊക്കെ വലിയ നടക്കും, അതിൻ്റെ അടിയിൽ കൂടെ കയറാം, ഇതുകൊണ്ട് അടിക്കുക. അതിൽ ഇത് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇനി ആ വലി നടന്നില്ലെങ്കിലും അടിക്കുക. വലിക്കാത്തൊരു സിസ്റ്റം ആണെങ്കിൽ പെട്ടെന്ന് അടിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക, ഇത് വെച്ച് കൊടുക്കണം എന്താ വെച്ചാൽ ഈ കൈ തളർത്താനാണ്. നമുക്ക് ഈ വടി വാങ്ങലാണ് നമ്മൾ ലക്ഷ്യം. അപ്പൊ ഇത് തളർത്തുന്ന രീതിയിൽ കുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ ഇവിടെ അങ്ങനെ വെക്കുക. കണ്ടാ, ഈ കൈ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിങ്ങനെ മേൽക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. കണ്ടാ, ഈ വടി കൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആള് സ്വാഭാവികമായിട്ടും വടി വിടും. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളെ തന്ത്രപരമായിട്ട് അടിക്കുക. തിരിച്ച് നമ്മളെ ബ്ലോക്കും അല്ലെങ്കിൽ തിരിച്ചത് വാങ്ങിയിട്ട് അടിക്കുന്ന സിസ്റ്റത്തിലേക്ക് അല്ലാതെ തന്ത്രപരമായിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്തരത്തിലുള്ള ടെക്നിക്ക് എന്തായാലും വരും വീഡിയോസിൽ കാണാം. ഓക്കെ, എന്തായാലും നല്ല ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് അടിക്കുന്ന സമയത്ത് സെയിം ടൈമിൽ നമ്മളിത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് തളർത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ വെക്കുക. കണ്ടാ, ഇത് ബ്രേക്ക് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ വാങ്ങണം. കണ്ടാ, ഇതിപ്പോൾ കിട്ടൂല, ടൈറ്റാക്കി പിടിക്കും. പക്ഷെ എന്താണ്, ഇവിടെ പെയിന് വരുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ സാധനം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് അടിക്കുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഭാഗത്തേക്ക് അടിക്കുക, എവിടേക്കും അടിക്കുക. പക്ഷെ ഞാനൊക്കെ അടിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ അടിക്കുന്നതും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓങ്ങിയിട്ട് എന്ത് ചെയ്യണോ, വേറെ ഏതെങ്കിലും സൈഡിക്ക് അടിക്കുക. ഓങ്ങലൊരു സൈഡിക്കും അടിക്കുന്ന ഒരു സൈഡിലേക്കും ആവണം. അല്ലെങ്കിൽ എന്താണ്, അറിയുന്ന ആളുകളാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ആക്ഷൻ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ ബ്ലോക്ക് ചെയ്യും. ഈ ആക്ഷൻ വരുമ്പോൾ തന്നെ ഇതാവും. അങ്ങനെ വിളിച്ച് എന്ത് ചെയ്യാം, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടാണ് ആക്ഷൻ വരുന്നത്, ഇതിൽ കൂടെ കൊണ്ടിട്ട് അടിച്ചെടുക്കുന്ന സിസ്റ്റം. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമ്മൾ അടിച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു, വലിക്കും, ചിലപ്പോൾ ഇങ്ങനെ കളിക്കും, എന്നിട്ട് അടിക്കും. ഇപ്പോഴും വെക്കാം. അതിൽ പുറമേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിം ടൈമിൽ അടിക്കുകയാണെങ്കിൽ ഇത് നല്ല ലോഡിൽ വെക്കുക. ഇത് ഇദ്ദേഹം ലോഡിൽ അടിക്കുന്നില്ല, ഞാൻ ലോഡിൽ വെക്കുന്നില്ല. നിങ്ങൾ നല്ല സ്പീഡൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പെട്ടെന്ന് അത് വെച്ചിട്ട് ഇനി തളർന്നില്ലെങ്കിലും വിത്തിൻ സെക്കൻഡ് കൊണ്ട് സംഗതി ചെയ്യണം. എന്നിട്ട് തിരിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡിഫൻഡാണ് ഇതിൽ കാണിച്ചു തന്നത്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മാക്സിമം ഞങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ ചെയ്യുക, നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ട എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഷെയറിംഗ് ആണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോസ്, പുതിയ ടെക്നിക്സുകൾ നമുക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന, ആ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയറിംഗ് ആണ്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ചാനലിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോസിനകത്തും കൂടി ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്.
ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.